നമുക്ക് മുരിങ്ങയുടെ തൈ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. മുരിങ്ങയുടെ കമ്പുകൾ ഇങ്ങനെ വെട്ടിക്കുത്തി ഏറ്റവും നല്ല ഗ്രോ ബാഗിൽ കുത്തി വയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കായ്ക്കുന്ന നല്ലൊരു മുരിങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോന്നു. അപ്പോഴത്തേക്കും ഞാനതിൻ്റെ കുറേ കമ്പുകൾ വെട്ടിക്കുത്തി ഗ്രോ ബാഗിൽ, ഇതേതാണ്ട് മാർച്ച് മാസത്തിലാണ് ഒടിഞ്ഞത്, അതായത് നല്ല ചൂടുള്ള സമയത്ത്. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ആ കമ്പ് വെട്ടി ഗ്രോ ബാഗിലാക്കി, കവറ് ഇങ്ങനെ പോളിത്തീൻ ബാഗിൽ മണ്ണിട്ട് നിറച്ച് തണലത്ത് കൊണ്ടുവച്ച് എല്ലാം നനച്ചു. 7 എണ്ണം കുത്തി, പക്ഷേ 2 എണ്ണം പിടിച്ചു കേട്ടോ. 2 എണ്ണം പിടിച്ചു എന്ന് പറഞ്ഞാൽ പിടിച്ചത് നല്ല ഗ്രോത്താണ്, കണ്ടില്ല, ശരിക്കും ശിഖരങ്ങൾ പൊങ്ങി. ഇപ്പം മെയ്യായി. ഇനിയിപ്പം നമ്മൾ നല്ല ചാണാനും ഒക്കെ ഇട്ട് ഒരു 2 അടി കുഴി താത്തി ചാണാപ്പൊടിയൊക്കെ ഇട്ട് ഇത് നടും. അപ്പം മുരിങ്ങ വേര് പിടിപ്പിക്കൽ വളരെ ഈസിയാണ്. അത് വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നും നഴ്സറികളിൽ നിന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല കായഫലമുള്ള മുരിങ്ങയുടെ കമ്പ് എടുത്തുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ വെട്ടി കുത്തിയാൽ മതി. ഇതിപ്പം അധികം പിടിക്കാതെ പോയത് ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല ചൂടുള്ള സമയമായ മാർച്ച് മാസത്തിലൊക്കെയാണ് കുത്തിയത്, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പിടിച്ചേനെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടയിൽ മുരിങ്ങ വേര് പിടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ അയലോക്കത്തെ ഒരു വീട്ടിൽ നിന്ന് ആദ്യം എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. 1 വർഷം കൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതാ ഇത്രയായി. നല്ല മുഴുത്ത ശിഖരമാണ് നമ്മൾ വെട്ടിക്കുത്തിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത ജനുവരിയോട് കൂടി കായിടേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇതിലെല്ലാം കായിട്ട് തുടങ്ങും, കായും പൂയിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മുരിങ്ങ കമ്പ് വെട്ടിക്കുത്തി നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്.